ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതാണ്. ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കൂന്തൽ കുറച്ച് നേരം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. അതുപോലെ തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ പക്ഷേ ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് വേപ്പില. പിന്നെ തേങ്ങ വേണം, തേങ്ങ ചിരകിയത്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ഇടാം, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. സവാള ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിത് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം, കാശ്മീരി മുളക് പൊടി, ഗരം മസാല കുറച്ചിട്ടുള്ളൂ, ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് പൊടികളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ചെറുകി വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാം. ഇതൊരുവിധം ആയിട്ടുണ്ട്. കൂന്തൽ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അടുത്തേക്ക് വേവിക്കാം. ഇതിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് കൂന്തലിൻ്റെ ഉള്ളിലോട്ട് ഇത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോ കൂന്തലെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഫില്ലിങ് നിറച്ച് വെക്കാം. ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കൽ വെച്ചിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ആവി കയറ്റണം. നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം ഇടാം. ഇനി 2 വറ്റൽമുളകും കൂടി ഇതുപോലെ, പിന്നെ 1 തണ്ട് കറിവേപ്പില. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി കാശ്മീരി തന്നെയാണ്. ഓരോന്നായിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കൂന്തൽ നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്.